സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ഒരു ഗിഫ്റ്റ് കൊടുക്കാനുള്ള പരിപാടി കേട്ടാ. ഒരാളെ കാണിച്ചു തരാം, വീഡിയോ മിസ് ചെയ്യരുത്. മണ്ണാർക്കാട് ഭാഗത്താണുള്ളത്. അപ്പോൾ ഒരു സംഭവം ഇതിൽ ഒരു പഠിക്കേണ്ട ഒരു ലെസണും കൂടെ ഉണ്ട്, സംഭവം എന്താണെന്നുള്ളത്. പക്ഷെ ഇവിടെ ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരാളെ ഞാൻ പരിചയപ്പെടുത്തുന്നു. ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കമൻറ്റ് ചെയ്യാം. അപ്പോൾ സുഹൃത്തുക്കളെ, പിന്നെ ഇതാണ് നാട്ടുകാരുടെ മൂത്താപ്പ. എല്ലാവരുടെയും മൂത്താപ്പയാണ്. മൂത്താപ്പ അസ്സലാമു അലൈക്കും. ഈ സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ട് മൂത്താപ്പ? മാലിക്കുന്ന്. പിടി ഇതിലെന്താ എന്താ സംഗതി? ഇതിപ്പോ ഏറ്റവും പുതിയ ബാഗാണ് തോന്നണത് അല്ലേ? ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. ഇത് എത്ര മോഡൽ? എത്ര? ഇതല്ല പഠിച്ചോനെ, അടച്ചോനത് കണ്ടില്ല നിങ്ങള്? ഈ ബാഗായിട്ടാണ് മൂത്താപ്പാനെ ഞാനൊരു പ്രാവശ്യം പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഇവരൊക്കെ വിളിച്ചിട്ട്. സന്തോഷം. ഇനി ഇത് സെക്കൻഡ് സൈഡാ. പിന്നെ എവിടെയൊക്കെ പോകും? മണ്ണാർക്കാട്, ആണോ? ഒക്കെ നടന്നിട്ട് തച്ചമ്പാറ പോലെ ആണോ? അയ്യോ, ഭയങ്കര സംഭവം തന്നെ കേട്ടാ. എത്ര വയസ്സായി മുത്താപ്പാക്ക്? എനിക്ക് 78 വയസ്സ് കഴിഞ്ഞു. കുറച്ചേരം ഞങ്ങൾ വലിക്കാം. ഇതിപ്പോ നമ്മള് എക്സ്പീരിയൻസ് വേണട്ടാ. നമ്മള് വലിച്ചാൽ ശരിയാവില്ല എന്നാ പറഞ്ഞത് കേൾക്കാണല്ലേ? പക്ഷെ വെയിറ്റ് എന്താ? എത്ര വെയിറ്റ് എന്താ? അല്ല, ഇത് എത്ര കാലായി? ഈ ബാഗ് എത്ര കാലായി? ഇത് കുറെ കാലായത് 35 കൊല്ലത്തിന്റെ. 35 കൊല്ലം ചരിത്രമുള്ള ബാഗ് എന്ന് കാണിച്ചു പ്രേക്ഷകർക്ക്. ഭയങ്കര റെക്കോർഡ് ഇട്ട ബാഗ് ആയിരിക്കും അല്ലേ? കാരണം 35 കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീല് മാറ്റൂലേ? ഇതൊരു ടെക്സ്റ്റൈൽസിന്റെ ഇതിനകത്തുണ്ട്. പിന്നെ ഒരു പെർഫ്യൂമിന്റെ കട ഇതിനകത്തുണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് എടുക്കാറുള്ളത്? അങ്ങനെ ഓരോരോ ഭാഗത്ത് നിൽക്കണ പാലക്കാട് നിൽക്കണ. എത്ര രൂപേന്റെ കച്ചവടം നടത്തും നിങ്ങള്? കണക്കൊന്നുമില്ല. എന്നാൽ കച്ചവടം ജാത്യസ് ഉണ്ടാവൂലേ? അപ്പൊ നടത്താൻ ഇടങ്ങാറാവൂലേ? പിന്നെ രാവിലെ എപ്പോഴാ ഇറങ്ങല്? അതൊന്ന് പറഞ്ഞു കൊടുക്കും. ചിലപ്പോ 10 മണിക്ക് ഇറങ്ങും, ചിലപ്പോ 12 മണിക്കൊക്കെ ഇറങ്ങും. എപ്പോഴാ തിരിച്ചു വരാ? രാത്രി 12 മണി. നടന്ന് ഫുള്ള് നടത്താം. അപ്പൊ മൂത്താപ്പ ഇത് പിടിക്ക്. ബിസ്മില്ലാ ട്ടാ. ഓക്കെ, സൗകര്യം ഉണ്ട് കേട്ടാ. അതൊക്കെ സൗകര്യങ്ങളുണ്ട്, ഇഷ്ടം പോണ സൗകര്യം ഉണ്ട്. നോക്കിയെടുത്ത് തന്നെ കേട്ടാ. കൊള്ളേ. പോട്ടയാണ്ട് എന്നാ ചെറിയ സെന്റ് തരും എനിക്ക്. നല്ല, അതെ, കോട്ടയൊക്കെ എത്തണം. ബാപ്പുട്ടി അല്ലേ? അപ്പൊ എനിക്ക് ഫ്രീ ആയിരിക്കൂട്ടാ. അതല്ല, അതെന്താ? നിങ്ങളെ സന്തോഷത്തിനാ ആണോ? പൈസ മേടിക്കൂല? അല്ല, എനിക്ക് പൈസ ഇല്ലാ പറ്റൂല. എന്നാ എന്തേ മേടിക്കണം? എത്ര? കുറച്ചാ മതി അല്ലേ? കുറക്കണം. അപ്പൊ എത്ര കുറക്കാം? പൈസയുടെ സ്റ്റോക്കില്ല. നമ്മളെ സ്റ്റൈലാണ്. ഡോയറുണ്ടല്ലേ? ഓ, എല്ലാരും കൈ നീട്ടി മണത്ത് നോക്കാം. മൂത്താപ്പാന്റെ മണാണ്. ഇതാ മൂത്താപ്പാന്റെ മണം. ഇതാ വരി മൂത്താപ്പാന്റെ മണം. മണക്കണം. മണക്കണം. കുറച്ച് വരി. എല്ലാരും മണക്ക. മൂത്താ ഇനി ആർക്ക് ഇട്ടാള്? ആർക്കെല്ലാവർക്കും ആയാ? ആർക്കാ മണപ്പാ? മണപ്പിച്ചു കൊടുക്കും. ഷാവുല എന്ത് തോന്നുന്നു? കണ്ടിട്ടില്ലേ? ഞാൻ സന്തോഷട്ടാ. ദ്വായിൽ ഉൾക്കൊള്ളിക്കാം. ഓക്കെ കേട്ടാ. ഇയാളെന്നെ വിളിച്ചത്. ആൾക്കാരൊക്കെ നല്ല സ്നേഹാട്ടങ്ങളോട്. എനിക്ക് അതാ മനസ്സിലായത്. എല്ലാം ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് ഇവരെ അനിയന്റെ, മൂത്താപ്പാന്റെ അനിയന്റെ. അവരെ നോക്കണല്ലേ? ആണല്ലേ? നിങ്ങളൊക്കെ അനിയന്റെ കുട്ടികള് രണ്ടാളും. ആര്? ഇവര്? അങ്ങനെ വരട്ടെ. നിങ്ങളെപ്പം മരിച്ചാണല്ലേ? അപ്പൊ നിങ്ങളെ കസ്റ്റഡിയിലാണ് അവര് താമസിക്കുന്നത്. മൂത്താപ്പ അധ്വാനിച്ച് ജീവിക്കുക. അങ്ങനത്തെ ഞങ്ങൾ പറഞ്ഞാലും കേൾക്കൂല.
മുത്താപ്പ എന്ത് പറഞ്ഞാലും കേൾക്കൂല. ഈ വെയിലത്ത് പോവണ്ടായിരുന്നു അതൊന്നും കേൾക്കൂല. മാഷാ നിങ്ങൾ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലേ? സന്തോഷം. നിങ്ങൾക്ക് എന്താ പരിപാടി? ഇപ്പൊ എന്തൊരു ഇതൊക്കെ ഉണ്ടല്ലോ, ചെറിയൊരു ചായക്കട കേട്ടാ. ആരെ ഇവിടെ രാവിലെ എപ്പോഴാ ആൾക്കാർ വരാ? ആൾക്കാർ ചായക്ക് മരിച്ചാണല്ലേ? ആണല്ലേ? ആണല്ലേ? ഇവരെ കല്യാണം ആരെ കുട്ടികളെ? രണ്ടു കുട്ടികളോ? വീടും പേരെയൊക്കെ ഇതാണ്. ആണല്ലേ? ആണല്ലേ? ജനങ്ങളൊക്കെ ആൾക്കാരൊക്കെ സഹായിക്കണം. ആയിക്കോട്ടെ, അതും കൂടെ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ വന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കല്ലേ? സപ്പോർട്ട് ചെയ്യാം. അതും കൂടെ ഞങ്ങൾ പറയേണ്ട വിരോധം ഇല്ലല്ലോ? ആ ഇല്ലല്ലോ അല്ലേ? അപ്പൊ ഏതാ സന്തോഷം. എല്ലാരും പറ്റുന്നവർ വന്ന് സഹായിച്ചു കൊടുക്കുക. സ്പോട്ട് ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കി. മാളിക്കുന്ന് സെന്റർ. ഓക്കെ. സന്തോഷം, വളരെ സന്തോഷം. എന്ന് വിളിക്കാൻ കാരണം ഞാന് പിന്നെ ഫൈസൽ മാഷ വിളിക്കാൻ കാരണം ഈ ബാഗ് കേട് വന്നിട്ട് പ്രയാസപ്പെട്ടിട്ട് മൂത്താപ്പ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഇടക്ക് രാവിലെ ഇങ്ങനെ വീലുരുട്ടും. ഒരു മാസം ലീവ് ആയതുകൊണ്ട് വളരെ പ്രയാസത്തിൽ ആ ബാഗ് കേട് നിൽക്കണമെന്ന് ഇടക്കിടക്ക് പറയും. അപ്പൊ ഞാൻ മാഷക്ക് വീഡിയോ എടുത്ത് അയച്ചു, മൂപ്പരെ ഫോട്ടോ അയച്ചു. എന്തായാലും ഫൈസൽ മാഷ് ഇവിടെ വന്നതിൽ വളരെ സന്തോഷിക്കുന്ന ആള് ഞാനാണ്. കാരണം മൂപ്പരെ വിളിച്ചപ്പോഴേക്കിന് വന്നു. ഒരുപാട് കാലം ഇനിയും ഇങ്ങനെ പാവങ്ങളെ സഹായിക്കാൻ സാധിക്കട്ടെ. ഒരുപാട് സന്തോഷം ഫൈസൽ മാഷ് സഹായിച്ചതിന്. മുമ്പും ഒരു പ്രാവശ്യം വന്ന് മുത്താപ്പാനെ സഹായിച്ചിരുന്നു. നിങ്ങളെ പേര്? പേര് പറഞ്ഞോളേ. അബ്ദു ഒക്കെ ഉണ്ട്. എന്താ മൂപ്പരെ കുറിച്ച് പറയാനുള്ളത്? മൂപ്പരെ കുറിച്ച് പറയാന്ന് പറഞ്ഞാല് മൂപ്പരിപ്പോ ഈ പിന്നെ 80 അടുത്ത പ്രായത്തിലും ഇപ്പൊ ഇങ്ങനെ കിലോമീറ്ററുകളോളം, അത് കണക്കാക്കാൻ പറ്റില്ല ഇത്ര കിലോമീറ്റർ എന്നുള്ളത്. കാരണം കണ്ണലിക്കൂട്ട് നിന്ന് കിട്ടുക പറഞ്ഞാൽ ഏകദേശം ഒരു 28-30 കിലോമീറ്ററിന്റെ അടുത്ത് വരും. 30 കിലോമീറ്ററിന്റെ മുകളിൽ വരും. അത്രയും ദൂരം മൂപ്പര് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ചെയ്യുന്നത് ഈ പ്രായത്തിലും. ഒരു ദിവസമാണ്. എന്താ ഉഷാറല്ലേ? എന്താണ് മൂത്താപ്പനെ കുറിച്ച് പറയാനുള്ളത്? നാട്ടുകാരുടെ മൂത്താപ്പയാണ്. അമ്പല കമ്മിറ്റിന്റെ ആളാ? മാളിക്കുന്നിന്റെ പ്രിയപ്പെട്ട ആളാണ്.